എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നാളെ ക്രിസ്മസ് ആയല്ലേ? അപ്പം ഞാൻ ഇന്ന് തന്നെ എല്ലാവർക്കും മെറി ക്രിസ്മസ് പറയുകയാണേ. കാരണം നാളെ നമ്മുടെ വീഡിയോ വരുമ്പോഴേക്ക് വൈകിട്ടാവും. നാളെ നിങ്ങൾ കാണുമോയെന്നും അറിയില്ല, തിരക്കായിരിക്കുമല്ലോ. എല്ലാവർക്കും ക്രിസ്മസ് സെലിബ്രേഷൻ അവധിയും ഒക്കെയാണ്. സോ ഇന്ന് തന്നെ എല്ലാവർക്കും മെറി ക്രിസ്മസ്. ഓക്കെ, ഇന്ന് നമുക്ക് നോക്കാം. നമ്മൾ പല റീഡിങ്ങിലും നോക്കുമ്പോൾ ഈയിടെയായിട്ട് കാണുന്നുണ്ടായിരുന്നു, അവർ നിങ്ങൾ മൊത്തമുള്ള ഫ്യൂച്ചർ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന്, അല്ലേ? പ്ലാനിങ്ങിലാണ്, എങ്ങനെ മുന്നോട്ട് പോകണം എന്നൊക്കെയുള്ള പ്ലാനിങ്ങിലാണെന്നൊക്കെ കാണുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു, എന്താണ് ഈ പ്ലാൻ ചെയ്യുന്നതെന്ന് നോക്കിയാലോ. വാട്ട് ആർ ദി പ്ലാനിങ് അബൌട്ട് യുവർ റിലേഷൻഷിപ്പ്? ഫ്യൂച്ചർ എന്താണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ഒപ്പം? നോക്കിയാലോ, അറിയാലോ നമുക്ക്, അല്ലേ? ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളുമായിട്ട് റെസനേറ്റ് ആകുന്നു അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക കേട്ടോ. എല്ലാ കാർഡും എല്ലാവർക്കും റെസനേറ്റ് ആകണമെന്നില്ല. എത്രത്തോളം നിങ്ങൾക്ക് കറക്റ്റായിട്ട് തോന്നുന്നു അത്രത്തോളം മാത്രമേ എടുക്കുക. കാരണം ഇത് നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് അല്ലല്ലോ. പേഴ്സണൽ റീഡിങ്ങിൽ നമുക്ക് വളരെ ആക്യുറേറ്റ് ആയിട്ട് കണക്റ്റ് ആവും കേട്ടോ. ഇതിപ്പോൾ ഒരുപാട് പേര് കാണുന്നതാണ്, സബ്സ്ക്രൈബേഴ്സ് അല്ലാത്തവരും ഒക്കെ കാണാറുണ്ട്. അപ്പോൾ നമുക്കറിയില്ല എത്ര പേരുടെ കണക്റ്റ് ആവും എന്നുള്ളത്. ഓക്കെ, ഒരു ഗൈഡൻസിന് വേണ്ടിയിട്ട് മാത്രം നിങ്ങൾക്ക് ഇതെടുക്കാം. ഓക്കെ, റെസനേറ്റ് ആയാൽ നല്ലത്, ഇല്ലെങ്കിൽ ഡിവൈൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുക. ഓക്കെ, മറ്റൊരു റീഡിംഗ് ആയിരിക്കും നിങ്ങൾക്ക് റെസനേറ്റ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ തുടങ്ങാം നമുക്ക്. ചേച്ചി എന്തിനാ ഇത്രയും സംസാരിക്കണമെന്ന് വിചാരിക്കുന്നവരുണ്ടാവും അല്ലേ? എനിക്കൊന്ന് റിലാക്സ് ആവാനും നിങ്ങൾക്കൊന്ന് റിലാക്സ് ആവാനും വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ആവശ്യമായി ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ, എൻ്റെ വ്യൂവേഴ്സും മൊത്തമുള്ള ഫ്യൂച്ചർ എന്താണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? എൻ്റെ വ്യൂവേഴ്സും മൊത്തമുള്ള ഫ്യൂച്ചറിൽ അവർ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ അവർ മൊത്തമുള്ള ഫ്യൂച്ചറിൽ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ അവർ മൊത്തമുള്ള ഫ്യൂച്ചറിൽ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് പറഞ്ഞത് ഒരേ ഒരു ഷഫിളോട് ചെയ്യട്ടെ കേട്ടോ. എടുക്കട്ടെ. The Star, Ace of Cups, Seven of Pentacles, okay, Strength, Empress, wow, Knight of Pentacles, Eight of Wands. വേണ്ടത് ക്ലാരിഫൈ ചെയ്യും കേട്ടോ. Queen of Pentacles, okay, King of Cups, Two of Cups, oh, Ace of Wands, Magician, Nine of Pentacles, എനിക്ക് clarify Knight of Pentacles, clarify Knight of Pentacles, Knight of Pentacles, King of Pentacles, okay, clarify Seven of Pentacles, clarify Seven of Pentacles, Knight of Swords, okay, clarify Eight of Wands, clarify Eight of Wands, clarify Eight of Wands, Page of Cups, ഓക്കെ, പറയാട്ടോ. ചുമ വിട്ടുമാറുന്നില്ല. എന്താ അറിയോ, പണി നടക്കുന്ന കാരണം ആ സിമെൻറ്റിൻ്റെയൊക്കെ മണം വല്ലാതൊരു ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ക്യാൻഡിലും, ഞാൻ പില്ല ക്യാൻഡിൽസ് യൂസ് ചെയ്യേണ്ടത് സെൻറ്റഡ് ക്യാൻഡിൽസ് ആണ്. അതിൻ്റെ മണവും
പ്രശ്നമുണ്ട് തോന്നുന്നു. മേ ബി ഐ ഷുഡ് ചേഞ്ച്. വിളക്ക് കത്തിച്ച് തുടങ്ങിയാലോ, ആലോചിക്കാം. നല്ല വിളക്ക്, അതായിരിക്കും നല്ലത് അല്ലേ? ഓക്കെ, അപ്പോൾ ഭാവി പ്ലാനിങ് എന്തൊക്കെയാണ് എന്ന് വെച്ചാൽ, നിങ്ങളെ അവരുടെ ലൈഫിൽ വളരെ ഉയർന്നൊരു സ്ഥാനത്ത് പ്രതിഷ്ഠിക്കണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ലൈഫ് ലോങ് നിങ്ങൾക്ക് തുണയായിട്ട് കൂടെ ഉണ്ടാവണം. പരസ്പരം തുണയായിട്ട്. ആക്ച്വലി നിങ്ങളുടെ തുണയാണ് അവർക്ക് ആവശ്യം, മനസ്സിലായില്ലേ? നിങ്ങളുടെ സപ്പോർട്ട്, നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ വെളിച്ചം എല്ലാം അവർക്ക് ലൈഫ് ലോങ് വേണം എന്നവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അതായത് നിങ്ങളെ വിട്ട് കളയാൻ അവർക്ക് പ്ലാൻ ഇല്ല, അത്ര തന്നെ. നിങ്ങൾ അവരുടെ ലൈഫിൽ എന്നും വേണം എന്ന് തന്നെയാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, ഏസ് ഓഫ് കപ്സ് വെച്ചിട്ട് എന്നും നിങ്ങൾ ഇതേപോലെ സ്നേഹിക്കണം. ഒരുപാട് സ്നേഹം നിങ്ങളിൽ നിന്നും അവർക്ക് കിട്ടണം. അതേപോലെ മനസ്സ് നിറഞ്ഞു കവിയുന്ന സ്നേഹം നിങ്ങൾക്കും തരണം ലൈഫ് ലോങ് എന്ന് തന്നെയാണ് അവർ പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. 7 ഓഫ് പെൻറ്റക്കിൾസ് വെച്ചിട്ട് നിങ്ങളെ ഒരു വെയിറ്റിംഗ് പീരീഡിൽ അവർ ഇരുത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ, എസ്പെഷ്യലി ഫൈനാൻഷ്യൽ റിലേറ്റഡ് മാറ്റേഴ്സ് പറഞ്ഞിട്ട്, ജോലി ആവട്ടെ അല്ലെങ്കിൽ സേവിങ്സ് ആവട്ടെ, ജോലി സംബന്ധമായ കാര്യങ്ങൾ, കടങ്ങൾ, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്, പൈസ സംബന്ധമായ കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങളെ ഒരു വെയിറ്റിംഗ് പീരീഡിൽ നിങ്ങളുടെ പേഴ്സൺ ഇരുത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ, അവർ ഇനി ഇനാക്ഷൻ വരാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. അതായത് ഇനി വൈകിക്കുന്നില്ല, ഇനി എത്രയും വേഗം നിങ്ങളെ ആ വെയിറ്റിംഗ് പീരീഡിൽ ഇരുത്തുന്നത് ശരിയല്ല എന്നവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ഒരു ആക്ഷൻ എടുത്ത് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നവർ പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. പ്ലാനിങ് മാത്രമാണ്, നമുക്ക് ആക്ഷൻ എന്താണെന്നുള്ളത് ഞാൻ നെക്സ്റ്റ് ആക്ഷൻസ് ആദ്യത്തെ ഒരു ലൈൻ നോക്കിയിട്ട് ഓരോ കേസിൻ്റെ നെക്സ്റ്റ് ആക്ഷനും കൂടെ പറഞ്ഞു തരാം. ഓക്കെ, സ്ട്രെങ്ത് വെച്ചിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകണം എന്നും ലൈഫ് ലോങ്. ഓക്കെ, പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലേ? ഒരുമിച്ചൊരു ലൈഫൊക്കെ തുടങ്ങുന്ന സമയത്ത് തീർച്ചയായും പ്രശ്നങ്ങൾ, വാക്ക് തർക്കങ്ങൾ എല്ലാം തന്നെ ഉണ്ടാവും. പക്ഷെ അതെല്ലാം തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. അഥവാ അവരുടെ ഭാഗത്ത് ഒരു എന്തെങ്കിലും തെറ്റ് കാരണം നിങ്ങളെ വേദനിപ്പിക്കേണ്ട ഒരു സാഹചര്യം നിങ്ങൾക്ക് അവിടെ വന്നിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കാൻ അവർ തയ്യാറാണ് എന്ന് തന്നെയാണ് അവിടെ കാണുന്നത് കേട്ടോ. നിങ്ങളെ സമാധാനിപ്പിക്കണം, നിങ്ങളെന്നും അവരുടെ കൂടെ വേണം. അതായത് നിങ്ങളെ വിട്ട് കളയാൻ അവർക്ക് പ്ലാൻ ഇല്ല, മനസ്സിലായില്ലേ? അപ്പോൾ ആദ്യത്തെ ലൈനിൻ്റെ നെക്സ്റ്റ് ആക്ഷൻ നമുക്ക് നോക്കാം. Clarify next action for the star. Please clarify next action for the star. Please clarify next action for the star. 2 of Cups. ഞാൻ പറഞ്ഞില്ലേ, എന്നും പരസ്പര സ്നേഹത്തോടെ ഒരുമിച്ച് മുന്നോട്ട് പോകണം. നിങ്ങളുമായിട്ടൊരു യൂണിയൻ, പെർമനൻറ്റ് യൂണിയൻ ആണ് അവർ ആഗ്രഹിക്കുന്നത്. പെർമനൻറ്റ് യൂണിയൻ പറഞ്ഞാൽ എന്താണ്? ഒന്നിച്ചൊരു ജീവിതം അല്ലേ? അത് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ആ ഒന്നിച്ചുള്ള ജീവിതത്തിൽ നിങ്ങളെ വളരെ വലിയ സ്ഥാനത്ത് അവർ അവരുടെ ലൈഫിൽ പ്രതിഷ്ഠിക്കും എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. ക്ലാരിഫൈ നെക്സ്റ്റ് ആക്ഷൻ ഫോർ ഏസ് ഓഫ് കപ്സ്. 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 4 ഓഫ് വാൻഡ്സ്. വീണ്ടും ഒരു വിവാഹം, പ്രപ്പോസൽ, കല്യാണം എല്ലാം തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ, ലൈഫ് ലോങ് നിങ്ങൾക്ക് ഒരുപാട് സ്നേഹം തന്ന് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിങ്ങളുടെ കൂടെ വേണമെന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. 4 ഓഫ് വാൻഡ്സ് എന്താണ്? വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്, ന്യൂ ബിഗിനിങ്സ് ആണ്, വിവാഹം, പ്രപ്പോസൽ, അതിൻ്റെ എല്ലാം ഒരു കാർഡാണത് അല്ലേ? അപ്പം നിങ്ങൾ എന്നും ഒരുമിച്ച് വേണമെന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് കേട്ടോ. ക്ലാരിഫൈ 7 ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് നൈറ്റ് ഓഫ് സോർട്സ്. നെക്സ്റ്റ് ആക്ഷൻ. 7 ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് നൈറ്റ് ഓഫ് സോർട്സിനുള്ള നെക്സ്റ്റ് ആക്ഷൻ ഒന്ന് പറഞ്ഞു തരൂ ഡിവൈൻ. കമ്മ്യൂണിക്കേഷൻ. നിങ്ങളുമായിട്ട് ഇവർ ഈ ഒരു റീസൺ പറഞ്ഞ് നിങ്ങളുമായിട്ട് നോ കോണ്ടാക്റ്റിലൊക്കെ ഇരിക്കുകയായിരുന്നെങ്കിൽ തീർച്ചയായും പെട്ടെന്ന് തന്നെ അവരുടെ ഭാഗത്തു നിന്നും ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതാണ്. കോൾ, മെസ്സേജ് അല്ലെങ്കിൽ ഇൻ പേഴ്സൺ അവർ നിങ്ങളെ വന്ന് കാണുമെന്ന് തന്നെയാണ് അവിടെ അവർ ചിന്തിക്കുന്നത് കേട്ടോ. പ്ലാൻ ചെയ്തിരിക്കുകയാണ്. പ്ലാൻ ചെയ്ത് തീരുമാനം, നെക്സ്റ്റ് ആക്ഷൻ എന്താണ്? ചിന്തകളിൽ ആക്ഷൻ എടുക്കണം എന്നാണ്. പക്ഷേ നെക്സ്റ്റ് ആക്ഷനായിട്ട് വരുന്നത് എന്താണ്? നിങ്ങളായിട്ട് ഉടനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. കാരണം ആദ്യം ഒന്ന് സംസാരിച്ചിട്ട് വേണമല്ലോ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ അല്ലേ? അങ്ങനെ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമെന്നാണ് അവിടെ കാണുന്നത് കേട്ടോ. ക്ലാരിഫൈ ദി സ്ട്രെങ്ത്. സ്ട്രെങ്ത്തിൻ്റെ നെക്സ്റ്റ് ആക്ഷൻ പറഞ്ഞു തരൂ ഡിവൈൻ.
സ്ട്രെങ്ത്തിൻ്റെ നെക്സ്റ്റ് ആക്ഷൻ പറഞ്ഞു തരും. ദ ഫൂൾ, അതായത് റിലേഷൻഷിപ്പിലുള്ള എല്ലാ റിസ്ക്കും മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ അവർ തയ്യാറാണ്. ക്ഷമയോടെ കാര്യങ്ങൾ ഡീല് ചെയ്യാം, ഒരു മുന്നോട്ട് തന്നെ എന്നവർ തീരുമാനിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. സിറ്റുവേഷൻസ് എന്ത് തന്നെയായാലും ക്ഷമയോടെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. റിസ്ക് ഫാക്ടേഴ്സ് എല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെ എന്ന് അവർ തീരുമാനിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഇതിൻ്റെ രാശികൾ പറഞ്ഞു തരാം. സ്റ്റാർ അക്വേറിയസ്, കുംഭരാശി, കപ്സ്, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്. Ace of Cups and Four of Wands, Cancer, Scorpio, Pisces. Aries, Leo, Sagittarius. Seven of Pentacles, Knight of Swords and പിന്നെ ബോൺസിൻ്റെ എനർജി ഉണ്ട്. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. പിന്നെ വേറെ ഏതാ സ്പോർട്സ് അല്ലേ, ലിബ്ര, ജെമിന, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. ഓക്കെ, അടുത്ത ഗ്രൂപ്പ് ആര് സ്ട്രെങ്ത് ആൻഡ് ദ ഫൂൾ. സ്ട്രെങ്ത് വന്നിട്ട് ലിയോ രാശിയാണ്, ചിങ്ങ രാശിയാണ്. ഫൂള് വന്നിട്ട് ഏരീസ്, മേടരാശി. ഓക്കെ, പിന്നെ അടുത്തത് എംപ്രസ്. എംപ്രസ് വെച്ചിട്ട് അവർ ചിന്തിക്കുന്നത് എന്താണ്, നിങ്ങൾ അവരുടെ ലൈഫിൽ എന്നും വേണം, അതായത് ഭാവിയിൽ അവരുടെ കുഞ്ഞിൻ്റെ അച്ഛൻ അമ്മ ആയിട്ട് നിങ്ങൾ മതി അവർക്ക്. കാരണം നിങ്ങളുടെ അത്രയും സ്നേഹം, കെയർ ഒന്നും നിങ്ങളെപ്പോൾ പോലെ ഒരാളെ അവർ വേറെ കണ്ടിട്ടില്ല, അവർക്ക് ഇനി കാണുകയും വേണ്ട. ഓക്കെ, നിങ്ങൾ മാത്രം മതി, ഒരു റീപ്ലേസ്മെൻ്റ് ഇല്ല നിങ്ങൾക്ക് അവരുടെ ലൈഫിൽ, നിങ്ങളില്ലെങ്കിൽ വേറെ ആരും ഇല്ല എന്നുള്ളൊരു രീതിയിലാണ് അവർ ചിന്തിക്കുന്നത് കേട്ടോ. അതായത് അവരുടെ ലൈഫ് പാർട്ട്ണറായിട്ട് നിങ്ങൾ തന്നെ മതി, നിങ്ങളെ പോലെ അവരെ സ്നേഹിക്കാൻ ഈ ലോകത്ത് മറ്റാരും ഇല്ല എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട്. അവരുടെ പ്ലാനിങ് ഒരു കല്യാണമൊക്കെ തന്നെയാണ്, നിങ്ങൾ മൊത്തമൊരു കുടുംബം ആണ്, അടുത്ത ഒരു ലെവലിലേക്ക് അവർ ചിന്തിച്ചു കഴിഞ്ഞു. അതായത് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ ഒപ്പം ജീവിക്കണം എന്നുള്ള അത്രയും വരെയും അവർ ചിന്തിച്ചു കഴിഞ്ഞു. ഓക്കെ, നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് ആൻഡ് കിങ് ഓഫ് പെൻഡക്കിൾസ്. നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് പറയുമ്പോൾ ഹാർഡ് വർക്കിൻ്റെയും കൂടി ഒരു കാർഡാണ് കേട്ടോ. അതായത് നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, അവർക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അവരുടെ റെസ്പോൺസിബിലിറ്റീസിൻ്റെ ഒപ്പം നിങ്ങളുടെയും കൂടി ചേർത്ത് രണ്ടിനും കൂടി ഹാർഡ് വർക്ക് ചെയ്യാൻ അവർ തയ്യാറാണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം, ആ ബുദ്ധിമുട്ടുകളും കൂടി ഏറ്റെടുക്കാൻ അവർ തയ്യാറാണ്. അതിനുവേണ്ടി ഏത് ലെവൽ ഓഫ് ഹാർഡ് വർക്കും ചെയ്യാൻ അവർ തയ്യാറാണ് എന്ന് തന്നെ അവർ ചിന്തിക്കുന്നു. കാരണം നിങ്ങൾ പറഞ്ഞു കാണും, ഇവർ വിവാഹം എന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞു കാണും, റെസ്പോൺസിബിലിറ്റീസിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കാണും ഇവരെ. അപ്പോൾ അവർ ചിന്തിക്കുകയാണ് ഞാനില്ലേ അതെല്ലാം ഷെയർ ചെയ്യാൻ ഞാനും കൂടെ ഉണ്ടല്ലോ എന്ന് അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. അവർക്ക് പ്ലാൻ ചെയ്യുന്നത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസിൽ ഒരു ഷെയർ അവരും കൂടി തരണം എന്നുള്ള രീതിയിലാണ്. 8 of Wands and Page of Cups. 8 of Wands തൽക്കാലം നിങ്ങളെ ഒരു ബ്ലോക്കേജിലൊക്കെ അവർ നിർത്തിയിരിക്കുകയായിരിക്കണം. ഓക്കെ, എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും, വീട്ടിലെ തടസ്സങ്ങളോ അങ്ങനെ എന്തോ ഒരു കാരണം കൊണ്ട് നിങ്ങളിപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ആയി കാണണം. പക്ഷേ അവരുടെ ഭാഗത്ത് നിന്നും ഒരു കമ്മ്യൂണിക്കേഷൻ തരാൻ വേണ്ടി അവർ ആലോചിക്കുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. നിങ്ങളുടെ ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് ഒക്കെ ഇവർ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങളെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്, ബ്ലോക്കല്ല, കോൾ ചെയ്യുന്നുണ്ടാവില്ല, സംസാരം നിർത്തിയിട്ടുണ്ടാവും. ടോട്ടൽ ബ്ലോക്കേജ് ആയിരിക്കില്ല, പക്ഷേ കോളോ മെസ്സേജോ ഒന്നും വരുന്നുണ്ടാവില്ല. നിങ്ങൾ അങ്ങോട്ട് അയച്ചാൽ റിപ്ലൈ ഒന്നും ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ അങ്ങനെയുള്ളവർ ഇപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് ഒരു കോളോ മെസ്സേജോ തരാം. നിങ്ങൾ എന്തായാലും ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ഇവർ ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങളുടെ കേട്ടോ. ഇവരുടെ ഭാഗത്തു നിന്ന് ഒരു കോളോ മെസ്സേജോ ഒക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ക്വീൻ ഓഫ് പെൻഡക്കിൾസ് വെച്ച് ഭാവിയിൽ നിങ്ങളിപ്പോൾ വർക്കിംഗ് അല്ലെങ്കിൽ എസ്പെഷ്യലി ഇത് ലേഡീസിനായിരിക്കും റെസനേറ്റ് ആവുന്നുണ്ടാവുക കേട്ടോ. നിങ്ങൾ ജോലിക്കൊന്നും പോവാതെ ഇരിക്കുകയാണ്, സ്വന്തം കാര്യത്തിൽ ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ നിങ്ങളുടെ പേഴ്സണ് തോന്നുന്നുണ്ടെങ്കിൽ ഭാവിയിൽ നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങളെ ജോലി ചെയ്യിക്കണം, നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാക്കി തരണം, നിങ്ങൾക്ക് സ്വയം പര്യാപ്തത പഠിപ്പിച്ചു തരണം എന്നൊക്കെ ഇവർ ചിന്തിക്കേണ്ടത്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സമ്പാദ്യം വേണം, നിങ്ങൾ റിച്ച് ആവണം. അതും എങ്ങനെ? സ്വയം ജോലി ചെയ്ത്, മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സമ്പാദ്യം വേണം, അത് നിങ്ങൾ തന്നെ സമ്പാദിച്ച് റിച്ച് ആവണം എന്നുള്ള രീതിയിൽ സ്വയം റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ,
അത് നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് അവർ ചിന്തിക്കുന്നു കേട്ടോ. അവർക്ക് ഇഷ്ടമില്ല നിങ്ങളൊന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുന്നു എന്നും. നിങ്ങൾ പഠിച്ച ആളായിരിക്കും, നല്ലപോലെ പഠിച്ച ഒരാളായിരിക്കണം, ചിലപ്പോൾ അത് യൂസ് ചെയ്യണ്ടാവില്ല, എസ്പെഷ്യലി ലേഡീസ്. ഓക്കെ, പക്ഷെ അങ്ങനെ പറ്റില്ല, നിങ്ങൾ ജോലിയിലും കൂടി ശ്രദ്ധിക്കണം, ജോലി ചെയ്യണം എന്നവർ വളരെ കാര്യമായിട്ട് തന്നെ ആലോചിക്കുന്നുണ്ട് കേട്ടോ. ഭാവിയിൽ അത് നല്ലൊരു പാർട്ട്ണർ ആയിരിക്കും കേട്ടോ. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു പാർട്ട്ണർ വളരെ നല്ലൊരു പാർട്ട്ണർ ആയിരിക്കും നിങ്ങൾക്ക്. നെക്സ്റ്റ് ആക്ഷൻ നോക്കിയിട്ട് രാശികൾ പറയാം. എംപ്രസിൻ്റെ നെക്സ്റ്റ് ആക്ഷൻ പറഞ്ഞു തരൂ. എംപ്രസിന് വേണ്ടിയിട്ട് ഉള്ള നെക്സ്റ്റ് ആക്ഷൻ ഒന്ന് പറഞ്ഞു തരൂ. കിങ് ഓഫ് വാൻഡ്സ് വെച്ച് ഇവർ നിങ്ങളുമായിട്ട് ഭയങ്കരമായിട്ട് അട്രാക്റ്റഡ് ആണ്, എന്നും അട്രാക്റ്റഡ് ആയിരിക്കും. ഒരു കുടുംബ ബന്ധം, റിലേഷൻ ഒക്കെ അവിടെ വരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. കിങ് ഓഫ് വാൻഡ്സ് റെസ്പോൺസിബിലിറ്റിയോടുകൂടി എന്താ പറയുക, നിങ്ങളെ റെസ്പെക്റ്റും ചെയ്യുന്ന ഒരാളാണ്, നിങ്ങളെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരാളാണ്, നിങ്ങളുമായിട്ട് അട്രാക്റ്റഡുമാണ് ഇവർ. അങ്ങനെ തന്നെ നിലനിൽക്കുകയും ചെയ്യും ഭാവിയിൽ കേട്ടോ. ക്ലാരിഫൈ നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് ആൻഡ് കിങ് ഓഫ് പെൻഡക്കിൾസ്. നെക്സ്റ്റ് ആക്ഷൻ നൈറ്റ് ഓഫ് പെൻഡക്കിൾസ്, കിങ് ഓഫ് പെൻഡക്കിൾസിൻ്റെ നെക്സ്റ്റ് ആക്ഷൻ എന്താണ്? നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് അവർ നിങ്ങൾക്കും കൂടി വേണ്ടി കൂടുതലായിട്ട് ജോലി ചെയ്യുമെന്നാണ് കാണുന്നത്. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസും കൂടി ഏറ്റെടുത്ത് അവർ കൂടുതലായി നിങ്ങൾക്ക് വേണ്ടിയും കൂടി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്കിൽ കൂടുതൽ ശ്രദ്ധിക്കും എന്നാണ് അവിടെ പറയുന്നത് കേട്ടോ. 8 ഓഫ് വാൻഡ്സ് ആൻഡ് പേജ് ഓഫ് കപ്സ്. നെക്സ്റ്റ് ആക്ഷൻ 8 ഓഫ് വാൻഡ്സ് ആൻഡ് പേജ് ഓഫ് കപ്സിൻ്റെ നെക്സ്റ്റ് ആക്ഷൻ. 8 ഓഫ് വാൻഡ്സ്, പേജ് ഓഫ് കപ്സിൻ്റെ നെക്സ്റ്റ് ആക്ഷൻ. ഡെത്ത്, റീബർത്ത്, ന്യൂ ബിഗിനിങ്. ആ സംസാരത്തിൽ കൂടി, ആ കോൾ, ആ മെസ്സേജിൽ ത്രൂ നിങ്ങളുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു ന്യൂ ബിഗിനിങ് അവരുണ്ടാക്കുമെന്നാണ് അവിടെ കാണുന്നത് കേട്ടോ. നെക്സ്റ്റ് ആക്ഷനിൽ ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവും, പുതിയ തുടക്കം ഉണ്ടാവും എന്നാണ് അവിടെ കാണുന്നത്. ക്വീൻ ഓഫ് പെൻഡക്കിൾസ് ആൻഡ് നെക്സ്റ്റ് ആക്ഷൻ. ക്വീൻ ഓഫ് പെൻഡക്കിൾസ് നെക്സ്റ്റ് ആക്ഷൻ. ക്വീൻ ഓഫ് പെൻഡക്കിൾസ് നെക്സ്റ്റ് ആക്ഷൻ. ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സൺ എബ്രോഡൊക്കെ ആയിരിക്കും. എബ്രോഡൊക്കെ ആണെങ്കിൽ അവരിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ജോലി ആവും എന്നാണ് അവിടെ കാണുന്നത്. അവർ നിങ്ങളെ ജോലി ചെയ്യിക്കും അവിടെ. അവർ നിങ്ങളെ കൂടെ കൊണ്ടുപോയി, വിവാഹശേഷമുള്ള കാര്യമാണ് ഈ പറയുന്നത്, അവർ നിങ്ങളെ കൂടെ കൊണ്ടുപോയി നിങ്ങൾക്ക് ജോലിയാക്കി തരും. ചുമ്മാ ഇരിക്കാനൊന്നും സമ്മതിക്കില്ല നിങ്ങളുടെ പേഴ്സൺ കേട്ടോ. കാരണം നിങ്ങൾ സെൽഫ് ഡിപ്പെൻഡൻ്റ് ആവണം, സ്വയം സമ്പാദിക്കണം, റിച്ച് ആവണം എന്നൊക്കെ അവർക്ക് ആഗ്രഹമുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ രാശികൾ പറയാം. എംപ്രസ് വെച്ചിട്ട് ടോറസ്, ഇടവ രാശി. വാൻസ് വെച്ചിട്ട് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. അടുത്ത ഗ്രൂപ്പിലെല്ലാം പെൻറ്റക്കിൾസ് ആണ്, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ. അടുത്ത ഗ്രൂപ്പിൽ വാൻഡ്സ്, കപ്സ് ആൻഡ് ഡെത്ത്. ഡെത്ത് വെച്ചിട്ട് സ്കോർപ്പിയോ, വൃശ്ചിക രാശി. കപ്സ്, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം കേട്ടോ. വേൾഡിന് നമ്മൾ പ്രത്യേകിച്ചൊരു രാശി പറയാറില്ല. പെൻറ്റക്കിൾസ് വെച്ചിട്ട് ടോറസ്, വിർഗോ, കാപ്രിക്കോൺ. ഓക്കെ, പിന്നെ അടുത്തത് കിങ് ഓഫ് കപ്സ് വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സൺ ഇനാക്റ്റീവായിട്ട് ഇരിക്കുകയാണെങ്കിൽ, അതായത് സ്നേഹം ഉള്ളിൽ വെച്ചിട്ട് അനങ്ങാതെ ഇരിക്കുന്ന ഒരു ക്യാരക്ടറാണ് നിങ്ങളുടെ പേഴ്സൺ എങ്കിൽ, അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ആക്ഷൻ ചെയ്യണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അവരുടെ ഭാഗത്ത് നിന്നൊരു സ്നേഹം ഡിക്ലറേഷനോ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഒരു ആക്ഷനും ഇല്ലാതിരിക്കുകയാണെങ്കിൽ ഒരു തീരുമാനമെടുത്ത് അവർ മുന്നോട്ട് വരും എന്ന് തന്നെയാണ് കാണുന്നത്. അത് തന്നെയാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, 2 ഓഫ് കപ്സ് വെച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും കാരണവശാൽ പിരിഞ്ഞിരിക്കുകയാണ്, അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് ആണ്, അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ ആണ്, കുറച്ച് നാളായിട്ട് ബ്ലോക്കേജ് ആണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ അവർ തീർച്ചയായും ഒരു റീയൂണിയൻ പ്ലാൻ ചെയ്യുന്നുണ്ട് നിങ്ങളുമായിട്ട് കേട്ടോ. അതൊരു പെർമനൻറ്റ് റീയൂണിയൻ ആയിരിക്കാനും സാധ്യതയുണ്ട്. ഓക്കെ, അവർ തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടും നിങ്ങൾ തമ്മിലൊരു റീയൂണിയൻ ഉണ്ടാവുന്നതായിട്ടും അവിടെ കാണുന്നു. അവരത് വളരെ കാര്യമായിട്ട് തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഏസ് ഓഫ് വാൻഡ്സ് വെച്ചിട്ട് അവരുടെ സ്നേഹം അവർ നിങ്ങളുടെ അടുത്ത് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ലെങ്കിൽ, മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്, യാതൊരു ആക്ഷനും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു ലവ് പ്രപ്പോസൽ അല്ലെങ്കിൽ ഓൾറെഡി റിലേഷൻഷിപ്പിലാണെങ്കിൽ ഒരു മാരേജ് പ്രപ്പോസൽ എല്ലാം അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് നിങ്ങളെന്നും അവരുടെ കൂടെ വേണമെന്ന് തന്നെയാണ്. ഒരു ന്യൂ റൊമാൻറ്റിക് ബിഗിനിങ്
നിങ്ങളുമായിട്ട് അവർക്ക് വേണമെന്ന് തന്നെ അവർ ആലോചിക്കുന്നുണ്ട്. ഓക്കെ, മജീഷ്യൻ വെച്ചിട്ട് നിങ്ങളെ തന്നെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവർ കേട്ടോ. ആ മാനിഫെസ്റ്റേഷൻ ബലിക്കണം എന്നവർ ചിന്തിക്കുന്നുണ്ട്. ഭാവിയിലും ഇവരുടെ പ്രൊട്ടക്ഷൻ, നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യവും കൂടിയുണ്ട് അവിടെ. ഓക്കെ, നിങ്ങളുമായിട്ടൊരു സ്പിരിച്വൽ റിലേഷൻ ആണ് എന്നൊക്കെ ഇവർക്ക് തോന്നാറുണ്ട്. എന്താ പറയുക, പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് എന്നൊക്കെ ഇവർക്ക് തോന്നാറുണ്ട് കേട്ടോ. ആ കണക്ഷൻ അവർക്ക് ജീവിതത്തിൽ എന്നും വേണം എന്ന് തന്നെ അവർ കുറച്ച് വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ നെക്സ്റ്റ് ആക്ഷൻ നോക്കിയിട്ട് രാശികൾ പറയാം. കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയിലിരിക്കുന്ന ആൾക്കാരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്തായിരിക്കും? കിങ് ഓഫ് കപ്സ് എനർജിയിലിരിക്കുന്നവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്തായിരിക്കും എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട്? ഡിവൈൻ ഏസ് ഓഫ് പെൻഡക്കിൾസ്, അതായത് നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ്ങിന് അവർ ആഗ്രഹിക്കും എന്നാണ് പറയുന്നത്. ഒരു ആക്ഷനും ഇല്ലാതിരിക്കുകയായിരുന്നെങ്കിൽ ഒരു ഇനിഷ്യേറ്റീവ് അവരുടെ ഭാഗത്തു നിന്ന് വരും എന്ന് തന്നെയാണ്. ഒരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങളുമായിട്ട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമെന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. ക്ലാരിഫൈ 2 of cups, നെക്സ്റ്റ് ആക്ഷൻ ഫോർ 2 of cups, നെക്സ്റ്റ് ആക്ഷൻ ഫോർ 2 of cups, നെക്സ്റ്റ് ആക്ഷൻ ഫോർ 2 of cups. നൈറ്റ് ഓഫ് കപ്സ്, നിങ്ങളെ വിഷമിപ്പിച്ചിട്ടാണ് ഇവർ പിരിഞ്ഞിരുന്നതെങ്കിൽ കാണുന്ന സമയത്ത് നിങ്ങളെ അനുനയിപ്പിക്കണം, നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തരണം, സമാധാനിപ്പിച്ച് അവരുടെ കൂടെ കൂട്ടണം എന്നൊക്കെ തന്നെയാണ് അവർ ചിന്തിക്കുന്നത് കേട്ടോ. നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, കാരണം നിങ്ങൾക്ക് അവരോട് സ്നേഹമാണെന്ന് അവർക്കറിയാം. പറഞ്ഞ് മനസ്സിലാക്കി എന്നും കൂടെ നിർത്തണമെന്ന് തന്നെയാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ആക്ഷൻ, നിങ്ങളെ വന്ന് കാണുമ്പോൾ നിങ്ങളെ അനുനയിപ്പിക്കുമെന്നാണ് കാണുന്നത്. ക്ലാരിഫൈ ഏസ് ഓഫ് വാൻഡ്സ്, നെക്സ്റ്റ് ആക്ഷൻ ഫോർ 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 ഏസ് ഓഫ് വാൻഡ്സ്. 10 of Pentacles, നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി തരിക, നിങ്ങളെ അവരുടെ ഫാമിലിയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു മാരേജ് പ്രപ്പോസൽ ആയിരിക്കാനാണ് സാധ്യത കേട്ടോ. കൂടുതലായും മാരേജ് പ്രപ്പോസൽ ആയിരിക്കാനാണ് സാധ്യത. അവരുടെ ഫാമിലിയെ ഇൻവോൾവ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരു പ്രപ്പോസൽ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള സാധ്യതയാണ് അവിടെ കാണുന്നത്. ഫാമിലി പറയുമ്പോൾ എക്സ്റ്റെൻഡഡ് ഫാമിലി, അച്ഛനമ്മ, അങ്ങനെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, അവരൊക്കെ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ഒരു പ്രോപ്പർ മാരേജ് പ്രപ്പോസലായിട്ട് വരുന്നതായിട്ട് കാണുന്നു. ക്ലാരിഫൈ മജീഷ്യൻ, ക്ലാരിഫൈ മജീഷ്യൻ, ക്ലാരിഫൈ മജീഷ്യൻ. ദ സൺ, നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് ഉള്ളൊരു വ്യക്തിയാണ് എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ആ പോസിറ്റിവിറ്റി അവർക്ക് എന്ന് ലൈഫിൽ വേണമെന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് കേട്ടോ. അതായത് അവരും ഒരുപാട് കഴിവുകളുള്ള വ്യക്തിയാണ്, നിങ്ങളുടെ പേഴ്സണും ഒരുപാട് കഴിവുകളുള്ള വ്യക്തിയാണ്. നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നും അവർക്കൊരു ചിന്തയുണ്ട്. ഓക്കെ, കാരണം നിങ്ങൾ ഭയങ്കര പോസിറ്റീവായിട്ടൊരു വ്യക്തിയാണ് അവരുടെ ലൈഫിൽ. ആ പോസിറ്റിവിറ്റി അവരെല്ലാ രീതിയിലും അവർ ഓൾറെഡി എന്താ പറയുക, ഒരുപാട് കഴിവുകളുള്ള ആളാണ്. ഇവരുടെ കഴിവുകളുടെ മാറ്റ് കൂടുന്നു നിങ്ങൾ കൂടെ വരുമ്പോൾ എന്നാണ് അവരുടെ ചിന്ത. ഓക്കെ, അതുകൊണ്ട് തന്നെ, കാരണം നിങ്ങൾ സൂര്യൻ്റെ ആ ഒരു എനർജി ഉള്ള ഒരു വ്യക്തിയാണെന്ന് ഇവർ ചിന്തിക്കുന്നുണ്ട്. ഊർജം പകർന്നു കൊടുക്കുന്ന ആളാണ് എന്ന് ഇവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഊർജം അവർക്ക് ലൈഫ് ലോങ് വേണം, അത് അവരുടെ കഴിവുകളെ ഇരട്ടിപ്പിക്കും എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സൂര്യനെ പോലെ നിങ്ങളെന്നും കൂടെ നിർത്തണം എന്ന് തന്നെയാണ് ഇവർ ആഗ്രഹിക്കുന്നത് കേട്ടോ. അതായത് ഒരു കമ്മിറ്റ്മെൻറ്റ് തന്നെയാണ് അവരുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് വരുന്നതായിട്ട് അവിടെ കാണുന്നത്. ഓക്കെ, ലാസ്റ്റ് കാർഡ് വന്നിട്ട് 9 of Pentacles ആയിരുന്നു. 9 of Pentacles പറയുമ്പോൾ അവർ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് സെൽഫ്, ഇതിൻ്റെ രാശികൾ പറഞ്ഞില്ല അല്ലേ. ഓക്കെ, 9 of Pentacles പറഞ്ഞിട്ട് പറയാം. 9 of Pentacles വെച്ചിട്ട് അവർ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് സെൽഫ് വർത്ത്, സെൽഫ് ലവ് എല്ലാം പറഞ്ഞു തരേണ്ടിയിരിക്കുന്നു എന്ന് അവർ ചിന്തിക്കുകയാണ്. അതായത് നിങ്ങൾ കുറച്ചുകൂടി ജോലിയിൽ ശ്രദ്ധിക്കണം എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവർ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് സെൽഫ് ലവ്, സെൽഫ് വർത്ത്, സെൽഫ് റെസ്പെക്റ്റ് ഇതെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതായിട്ടുണ്ട്. അത് ഇവർ പറഞ്ഞു തരണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ പ്രൊട്ടക്റ്റീവ് ഫീലിംഗ് ആണ്, നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളൊരു ടെൻഡൻസിയാണ് അവിടെ കാണുന്നത്. ഇവിടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണ് വരുന്നത്? നെക്സ്റ്റ് ആക്ഷൻ എന്താണ് വരുന്നത്? ഇത് റൊമാൻറ്റിക് ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ ആണോ? നെക്സ്റ്റ് ആക്ഷൻ എന്താണ് വരുന്നത്?
ക്വീൻ ഓഫ് വോൺസ് അവർ ചിന്തിക്കുന്നത് നിങ്ങൾ വളരെ കഴിവുള്ള വ്യക്തിയാണ്, ഒരുപാട് കഴിവുകൾ ഉള്ളിൽ സൂക്ഷിക്കുന്ന വ്യക്തിയാണ്. അത് നിങ്ങൾ വേണ്ട പോലെ പ്രയോഗിക്കുന്നില്ല എന്നിവർ ചിന്തിക്കുകയാണ്, എസ്പെഷ്യലി കരിയറിൽ. ഓക്കെ, നിങ്ങൾ വേണ്ട പോലെ ചിന്തിക്കുന്നില്ല. കാരണം നിങ്ങൾ ഈ സ്നേഹത്തിൽ മുഴുകിയിട്ട് ഇവരോടുള്ള സ്നേഹം കാരണം നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ ഡിസ്ട്രാക്റ്റഡ് ആവുന്നു എന്ന് ഇവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇവർ പറയുന്നത് അതിലും ശ്രദ്ധിക്കൂ, ജോലിയിലും ശ്രദ്ധിക്കൂ. സ്നേഹം അവർക്ക് മനസ്സിലായിട്ടുണ്ട്, ജോലിയിലും കൂടി നിങ്ങൾ ശ്രദ്ധിച്ചേ മതിയാവും. കാരണം നിങ്ങളുടെ ലൈഫ് നിങ്ങൾ റിച്ച് ആവണം, നിങ്ങൾ സമ്പാദിക്കണം, അതൊക്കെയാണ് അവരുടെ ആഗ്രഹം. കാരണം നിങ്ങൾ ഒരുപാട് കഴിവുള്ള ആളാണ്, ആ കഴിവുകൾ വെറുതെ കളയരുത്. അവരെ സ്നേഹിച്ചോളൂ, ആ സ്നേഹം അവിടെ തന്നെ ഇരിക്കട്ടെ. അതിൻ്റെ ഒപ്പം സെൽഫ് ലവും കൂടി പ്രാക്ടീസ് ചെയ്യൂ, സമ്പാദിക്കൂ, സ്വയം പര്യാപ്തത നേടൂ എന്നൊക്കെ അവർ നിങ്ങളുടെ അടുത്ത് പറയുകയാണ് കേട്ടോ. നെക്സ്റ്റ് ആക്ഷൻ അത് തന്നെയാണ്. അവർ നിങ്ങളെ ഫോഴ്സ് ചെയ്യും നല്ല രീതിയിൽ ജോലി ചെയ്യാനും ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും എല്ലാം അവർ നിങ്ങളെ ഫോഴ്സ് ചെയ്യും, കൂടെ നിന്നുകൊണ്ട് തന്നെ. മനസ്സിലായോ? നിങ്ങൾ നല്ല രീതിയിലായിട്ട് വേണം, നിങ്ങൾ സെൽഫ് റിലയൻ്റ് ആണ് എന്ന് ഉറപ്പാക്കിയിട്ട് വേണം അവർക്ക് നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് കൂടെ കൂട്ടാൻ. മനസ്സിലായില്ലേ? അതാണ് അവർക്ക് അങ്ങനെ ഒരാളെയാണ് വേണ്ടത്. സ്വയം പര്യാപ്തയായിട്ടുള്ളൊരു ആളെയാണ് അവർക്ക് വേണ്ടത്. മനസ്സിലായില്ലേ? ഇവിടെ കിങ് ഓഫ് കപ്സ് ആൻഡ് ഏസ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ രാശി ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസിസ്, കർക്കിടകം, വൃശ്ചികം, മീനം. ഇവിടെ രണ്ടും കപ്സാണ്. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസിസ്, കർക്കിടകം, വൃശ്ചികം, മീനം. 10 of Pentacles and Ace of Wands, Aries, Leo, Sagittarius, മേടം, ചിങ്ങം, ധനു, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം. ദ സൺ ആൻഡ് ദ മജീഷ്യൻ ടോറസ്, ഇടവ രാശി, സൺ വന്നിട്ട് ചിങ്ങ രാശി, ലിയോ. 9 of Pentacles and Queen of Wands, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം. വൺസ് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇതായിരുന്നു. ഇത്രയും മതി അല്ലേ? അപ്പോൾ പ്ലാനിങ് ഒട്ടും മോശമൊന്നുമല്ല. പലരും നിങ്ങളും നന്നാവണം ലൈഫിൽ എന്ന് ചിന്തിക്കേണ്ട നിങ്ങളുടെ പാർട്ട്ണർ. അത് എത്ര നല്ല ചിന്തയാണ് അല്ലേ? കാരണം അവരെ ഡിപ്പെൻഡ് ചെയ്ത് അവർക്കടിമയായിട്ടിരിക്കണമെന്നല്ല അവർ ചിന്തിക്കുന്നത്. അവർ വിചാരിക്കുന്നത് നിങ്ങൾ സ്വയം പര്യാപ്തത നേടണം എന്നാണ്. അത് വലിയൊരു കാര്യമാണ് കേട്ടോ. അങ്ങനത്തെ പാർട്ട്നേഴ്സിനെ കിട്ടിയാൽ നിങ്ങൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് തന്നെ വിചാരിക്കേണ്ടി വരും. അപ്പം അങ്ങനെ ആകെ മൊത്തം നല്ല റീഡിംഗ് ആയിരുന്നു. എനിക്ക് ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം പരസ്പരം റെസ്പെക്റ്റ് ചെയ്യുന്നവിടെയാണ് ഏത് റിലേഷൻഷിപ്പും വിജയിക്കുന്നത് അല്ലേ? നല്ല കാര്യമായിട്ട് തന്നെ തോന്നുന്നു. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിംഗ്. പേഴ്സണൽ റീഡിംഗ് വേണ്ടവർക്ക് നമ്പർ സ്ക്രീനിൽ കൊടുത്തേക്കാം, കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ. അതേപോലെ വേറെന്താണ്, ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ ഹൈപ്പും കൂടെ ഒന്ന് ചെയ്ത് തരണേ. അതുമാത്രമല്ല വേറെന്താണ്, സബ്സ്ക്രിപ്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കാരണം നിങ്ങളുടെ എനർജി ത്രൂ ആണ് ഞാൻ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ആണ് നമ്മൾ തമ്മിലുള്ള ലിങ്ക് അല്ലേ? ആ ലിങ്ക് വളരെ അവിടെ അത്യാവശ്യമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ പുതിയ റീഡിങ്സുമായിട്ട് നമുക്ക് ഉടനെ തന്നെ വീണ്ടും കാണാം. വീണ്ടും കാണും വരെ എല്ലാവരും ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക കേട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ. മെറി ക്രിസ്മസ് അഗൈൻ.